We have a lot of stories related to Lord Krishna. Here also we are discussing such a topic, a poem written by Kamala Das named Ghanashyam. Kamala Das is a famous Indian English writer. നമുക്കറിയാം കമലാദാസ് അല്ലെങ്കിൽ കമല സുരയ്യ മാധവിക്കുട്ടി എന്നീ പേരുകളിൽ അറിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്വന്തം എഴുത്തുകാരി കമലാദാസിന്റെ ഘനശ്യാം എന്ന കൃതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. And she is a famous writer known for her poems, short stories and autobiography. And the name of her autobiography is My Story. My Story എന്ന ആത്മകഥ. അതേപോലെ തന്നെ ധാരാളം കവിതകൾ, ഷോർട്ട് സ്റ്റോറികൾ, ചെറുകഥകൾ ഇതിലൂടെയൊക്കെ പ്രശസ്തിയായ വ്യക്തിയാണ് നമ്മുടെ സ്വന്തം മാധവിക്കുട്ടി. And the poem Ghanashyam appeared in her 14th volume of poems in 1977. 1977 14ാമത്തെ പോയട്രി കളക്ഷനിലാണ് ഈ കവിത ഘനശ്യാം എന്ന ഈ കവിത ഉൾക്കൊള്ളുന്നത്. ആൻഡ് ഇറ്റ് കെയിം അണ്ടർ ദ ഹെഡിങ് ദ സ്ട്രേഞ്ചർ ടൈംസ്. ഇതിന്റെ ഹെഡിങ് സ്ട്രേഞ്ചർ ടൈംസ് എന്നാണ് ഈ കളക്ഷന്റെ ടൈറ്റിൽ. Then, as every Hindu knows, Ghanashyam is the other name of Lord Krishna of Mahabharata fame. മഹാഭാരതത്തിലൂടെ പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണന്റെ മറ്റൊരു പേരാണ് ഘനശ്യാം. As a boy and a young man, Lord Krishna used to play with girls who used to feel delighted and thrilled by the sweet strains of music which he could produce from his flute. ഒരു കുട്ടിയായിരുന്ന സമയത്തും അതേപോലെ യുവാവായിരുന്ന സമയത്തും അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പെൺകുട്ടികൾ ആരാധകരായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ. അതേപോലെ തന്നെ എല്ലാവരും അദ്ദേഹത്തിൽ ആകൃഷ്ടരാകാനുള്ള കാരണം ആ ഒരു സംഗീതമാണ്. അദ്ദേഹത്തിന്റെ പുല്ലാങ്കുഴലിലൂടെയുള്ള ആ സംഗീതത്തിലൂടെയാണ് എല്ലാവരും ആകൃഷ്ടരായത്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് രാധ ഹാഡ് ഫാളൻ ഇൻ ലവ് വിത്ത് ഹിം. രാധ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. നമുക്കറിയുന്ന കഥകളാണ് കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയം. The famous mystic poet Mirabai also loved him greatly and composed a lot of poems. അതേപോലെ തന്നെ 16ാം നൂറ്റാണ്ടിലെ ഭക്തകവയിത്രിയായിരുന്ന മീരാബായി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ധാരാളം കവിതകൾ എഴുതിയിരുന്നു. Kamala was also frustrated because of the failure in her married life and sexual relationship. കമലാദാസ് വളരെയധികം ദുഃഖിതയായിരുന്നു. കാരണം അവരുടെ വിവാഹ ജീവിതം അതേപോലെ തന്നെ സെക്ഷൽ ലൈഫ് ഒന്നും സംതൃപ്തമായിരുന്നില്ല. സോ ഷീ വാസ് ഫ്രസ്ട്രേറ്റഡ്, വളരെയധികം നിരാശയായിരുന്നു. ആൻഡ് ഷീ വിഷ്വലൈസ് ഹെർസെൽഫ് ആസ് ദി സീക്കർ ഓഫ് ലോർഡ് കൃഷ്ണ. ആ ഒരു അതിർത്തിയിൽ നിന്നും അവര് കൃഷ്ണഭക്തിയായി മാറുകയും കൃഷ്ണനെ തന്റെ കാമുകനായി സങ്കല്പിച്ചുകൊണ്ട് ധാരാളം കവിതകൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. The poem is addressed to Ghanashyam and she talks Ghanashyam that he has built a shelter in her mind. ഇവിടെ ഈ കവിത ഘനശ്യാം അല്ലെങ്കിൽ ലോർഡ് കൃഷ്ണനെ അഡ്രസ് ചെയ്തിട്ടുള്ളതാണ്, അഭിസംബോധന ചെയ്തിട്ടുള്ളതാണ്. ഈ കവിതയിൽ പറയുന്നത് കൃഷ്ണന് തന്റെ മനസ്സിലൊരു സ്ഥാനമുണ്ട് എന്ന് പറഞ്ഞാണ് ഈ കവിത തുടങ്ങുന്നത്. Kamala says that Lord Krishna has built a nest in the garden of her heart just like a quail, and her life, which was still a silent and sleeping jungle, is now stirring with the sound of music. കമലദാസ് പറയുന്നത് കൃഷ്ണൻ തന്റെ ഹൃദയത്തിൽ, ഘനശ്യാം തന്റെ ഹൃദയത്തിൽ ഒരു കുയിലിനെ പോലെ കൂടുകൂട്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആ കൂട് കൂട്ടിയതിനു ശേഷം, അതായത് കൃഷ്ണൻ തന്റെ ഹൃദയത്തിൽ വന്നതിന് ശേഷം അതുവരെ നിശ്ചലമായി കിടന്ന ഒരു ഉറങ്ങുന്ന വനം പോലെ, അല്ലെങ്കിൽ നിശ്ചലമായ അഗാധമായ വനം പോലെ, നിശബ്ദമായ വനം പോലെ ആയിരുന്ന തന്റെ ഹൃദയത്തിൽ ഒരു ഇളക്കം സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു സംഗീതത്തിന്റെ ആ ഒരു അലകൾ തന്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. She says that life is moisture, it is water, semen and blood, and death is the want of moisture and water, and death is the hot sand bath, and it is the last sob of the relative of the person who lies dead. ഇനി അവർ പറയുന്നു, ജീവിതം എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറാണ്, ഒരു നനവാണ്, അതോടൊപ്പം തന്നെ ഒരു വെള്ളത്തിന്റെ അംശമുള്ളതാണ്. അതായത് മരുഭൂമി പോലെയുള്ള ജീവിതമല്ല, മറിച്ച് ജീവിതം എന്ന് പറയുന്നത് ഒരു നനവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു
ഇവിടെ നനവെന്ന് പറയുന്നത് ഇമോഷണൽ ഫീലിങ്സ് ആണ്, ഇമോഷൻസ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇറ്റ് ഈസ് സെമൻ ആൻഡ് ബ്ലഡ്, ജീവരക്തമായിരിക്കണം. അതേപോലെ തന്നെ ആ ഒരു ജീവിതത്തിൽ എല്ലാ ഇമോഷൻസ്, സെക്ഷൽ ലൈഫ്, അതേപോലെ തന്നെ മറ്റ് ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരിക്കണം. ആൻഡ് ഡെത്ത് ഈസ് ദി ഹോട്ട് സാൻഡ് ബാത്ത്. അതേസമയം മരണം എന്നത് ഒരു ചുട്ടുപൊള്ളുന്ന വെയിലത്തുള്ള സാൻഡ് ബാത്ത് പോലെയാണ്. അതായത് കടൽത്തീരത്ത് പോയി കിടന്ന് വെയിൽ കൊള്ളുന്നത് പോലെയാണ് മരണം. ആൻഡ് ഇറ്റ് ഈസ് ദി ലാസ്റ്റ് സോബ് ഓഫ് ദ റിലേറ്റീവ് ഓഫ് ദ പേഴ്സൺ ഹു ലൈസ് ഡെഡ്. മരിച്ചു കിടക്കുന്ന അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയുടെ അവസാനത്തെ തേങ്ങൽ പോലെയാണ് മരണം. അത്രയ്ക്കും ഭയാനകമാണ് മരണം. അതേസമയം ജീവിതം എന്നത് ഒരു ഇമോഷണൽ ഫീലിങ്സ് ആണ്, ഒരു നനവാണ്. ആൻഡ് ഷീ കണ്ടിന്യൂസ് ദാറ്റ് she is using words to weave a garment for Ghanashyam and is composing songs to produce music which would have the power to make the oceans dance. ഇനി അവർ പറയുന്നു, താൻ വാക്കുകൾ ഉപയോഗിച്ച് ഒരു പൂമാല ഉണ്ടാക്കും. ആ പൂമാലയ്ക്ക് അല്ലെങ്കിൽ ആ വാക്കുകളുടെ ആ ഒരു പൂമാലയ്ക്ക് കടലിനെ പോലും ഇളക്കാൻ ശക്തി ഉണ്ടായിരിക്കും. അതായത് കടലിന് പോലും ആ സംഗീതം കേൾക്കുമ്പോൾ ഒരു ഇളക്കം സംഭവിക്കുന്ന തരത്തിലുള്ള ഒരു പാട്ട് ഞാൻ ഉണ്ടാക്കും. ഇവിടെ വീവിങ് എ ഗാർമെന്റ് ഓഫ് വേർഡ്സ് എന്ന് പറയുന്നത് കവിത രചിക്കുമെന്നാണ് പറയുന്നത്. Then Kamala then continues that her married life, which was a failure because her husband wanted merely to satisfy her lust and was unable to give her any love and affection. ഇനി കമലാദാസ് പറയുന്നത് തൻ്റെ സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ തൻ്റെ ആ ഒരു മാരീഡ് ലൈഫ് ഒരു ഫെയിലിയർ ആയിരുന്നു. കാരണം തൻ്റെ ഹസ്ബൻഡ്, അവരുടെ ഭർത്താവ്, ഹി ഗേവ് മോർ ഇമ്പോർട്ടൻസ് ടു ഹിസ് ഓൺ സാറ്റിസ്ഫാക്ഷൻ, തൻ്റെ തന്നെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അതേപോലെ തന്നെ തൻ്റെ സെക്ഷൽ ലൈഫ് അതിൽ പൂർണ്ണത കണ്ടെത്താനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആൻഡ് ഹി നെവർ കെയർഡ് ദ പോയിറ്റസ്, കവയത്രിക്ക് അതൊരു പരിഗണനയും കൊടുക്കാതെ അല്ലെങ്കിൽ സ്നേഹമോ മറ്റു പരിഗണനയോ കൊടുക്കാതെ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചതാണ്. അതുകൊണ്ട് തൻ്റെ ജീവിതം, കുടുംബജീവിതം ഒരു തൃപ്തമായ ഒന്നായിരുന്നില്ല. Then she says that the only way to survive was to reconcile herself to her desolation and her loneliness. ഇനി ഈ ഒരു ജീവിതത്തിൽ നിന്നൊരു മോചനം എന്ന് പറയുന്നത് ടു റീകൺസൈൽ ഹെർസെൽഫ്, സ്വയം അതിനോട് പൊരുത്തപ്പെടുക, അനുരഞ്ജനപ്പെടുക, ഈ ഒരു ജീവിതത്തോട് പൊരുത്തപ്പെടുക. ആൻഡ് ഹെർ ലോൺലിനെസ് ആൻഡ് ഡെസൊല്യൂഷൻ, അവരുടെ ആ ഒറ്റപ്പെടലും ഏകാന്തതയോടും താതാത്മ്യം പ്രാപിക്കുക. ആൻഡ് ബിഗാൻ ടു ഇമാജിൻ ദാറ്റ് whenever her husband indulged in sexual act with her, it was Ghanashyam who was making love to her. And she began to imagine, അവർ സങ്കല്പിക്കാൻ തുടങ്ങി. കാരണം തൻ്റെ ജീവിതം വളരെയധികം അതൃപ്തി നിറഞ്ഞതാണ്. അതുകൊണ്ട് അവർ സ്വയം സങ്കല്പിക്കാൻ തുടങ്ങി. അതായത് തൻ്റെ ഭർത്താവ് തന്നോടും എപ്പോഴെങ്കിലും ഒരു സെക്ഷൽ റിലേഷൻ ഏർപ്പെടുകയാണ് എങ്കിൽ അത് കൃഷ്ണനാണ് തൻ്റെ അടുത്ത് വന്നത് എന്നും കൃഷ്ണനാണ് തന്നെ സ്നേഹിക്കുന്നത് എന്നും സ്വയം സങ്കല്പിക്കാൻ തുടങ്ങി. അങ്ങനെ സംതൃപ്തി കണ്ടെത്താൻ അവർ ശ്രമിച്ചു. And she consoles herself with the thought that Ghanashyam appears to her in many shapes because he has many names. ഇനി അവര് സ്വയം ആശ്വസിക്കാൻ തുടങ്ങി. അതായത് ഘനശ്യാം അല്ലെങ്കിൽ കൃഷ്ണൻ പല രൂപത്തിൽ തൻ്റെ അടുത്ത് പ്രത്യക്ഷപ്പെടും. കാരണം പല പേരുകളിലാണ് കൃഷ്ണൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തൻ്റെ അടുത്ത് പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അങ്ങനെ തനിക്ക് ആശ്വസിക്കാമെന്നും അവര് സങ്കല്പിക്കുന്നു. And when any other person is making love with her, she thinks that it is Ghanashyam who is making love to her. ഇനി മറ്റ് ആരെങ്കിലും അവരോട് പ്രണയാഭ്യർത്ഥനയുമായി വരികയാണെങ്കിൽ അതും കൃഷ്ണനാണ്, അതായത് പല പേരുകളിൽ അറിയപ്പെടുന്ന കൃഷ്ണനാണ് തന്നെ അടുത്ത് വരുന്നത് എന്ന ഒരു സങ്കല്പത്തിലേക്ക് അവരെത്തുന്നു. And Kamala thus continues that she seeks peace so that wisdom can come to her silently. ഇനി കമല ദാസ് പറയുന്നു, തനിക്ക് മനസ്സമാധാനമാണ് വേണ്ടത്. അങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ കവിത എഴുതാനുള്ള ആ ഒരു അവസ്ഥ തനിക്ക് വരും. അതേപോലെ തന്നെ വിസ്ഡം, ബുദ്ധിക്ക് തൻ്റെ അടുത്തേക്ക് നിശബ്ദമായി വരാൻ സാധിക്കും. Ghanashyam has, like a fisherman, cast his net on the depths of her mind and her thoughts are rushing towards him like fish
which briskly enters the fisherman's net under some mysterious urge. ഇനി അവർ പറയുന്നു, ഒരു മീൻ പിടിക്കുന്ന ആള്, മത്സ്യബന്ധനം നടത്തുന്ന ആള് വലയെറിയുമ്പോൾ മീനുകൾ കൂട്ടത്തോടെ ആ വലയ്ക്കുള്ളിൽ കയറുന്നത് പോലെ തൻ്റെ ഹൃദയത്തിലേക്ക് കൃഷ്ണൻ വരുന്ന സമയത്ത് കവിത അല്ലെങ്കിൽ വാക്കുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. And the poem reveals the poet's spiritual belongings which have been dormant in her and which has come to the surface as a consequence of her sexual frustration. ഈ കവിത വിവരിക്കുന്നത് കവിയുടെ സ്പിരിച്വൽ ലോങ്ങിങ്സ് ആണ്, അവരുടെ ആത്മീയമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്, കുറേ ആഗ്രഹങ്ങൾ. ആ ആഗ്രഹങ്ങളാണ് കവിതയിലൂടെ വിവരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം ബിക്കോസ് ഓഫ് ദ ഫ്രസ്ട്രേഷൻ ഇൻ ഹർ സെക്ഷൽ ലൈഫ്, അവരുടെ ആ ഒരു സെക്ഷൽ ലൈഫ് അല്ലെങ്കിൽ മാരീഡ് ലൈഫിലുള്ള നിരാശയിലൂടെ വന്ന ആ ഒരു വിചിന്തനങ്ങളാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. സോ ഷി തോട്ട് ദാറ്റ് any man with whom she performed the sexual act was Ghanashyam in disguise. അതുകൊണ്ടാണ് തന്നോട് പ്രണയാഭ്യർത്ഥനയുമായി വരുന്ന ഏത് പുരുഷനും കൃഷ്ണൻ പല രൂപത്തിൽ വരുന്നതാണ് എന്നവർ സങ്കല്പിക്കുന്നത്. ആൻഡ് ഷീ ഗെറ്റ്സ് കൺഫ്യൂസ്ഡ് ഓഫ് ദെയർ ഐഡന്റിറ്റി. അവരുടെ ഐഡന്റിറ്റിയെ കുറിച്ച് അവർക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, ആശയക്കുഴപ്പം ഉണ്ടാകുന്നു എങ്കിൽ തന്നെയും അവർ ആശ്വസിക്കുന്നത് ഇതൊക്കെ കൃഷ്ണനാണ് എന്നാണ്. And finally she feels cleansed of the desires of the flesh and wants only Ghanashyam as her lover. പിന്നീട് അവർ തൻ്റെ ആഗ്രഹങ്ങൾ, അതായത് ഇമോഷണൽ ഫീലിങ്സ് ഓഫ് സെക്ഷൽ റിലേഷൻസ്, ആ ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ ആ ആഗ്രഹങ്ങളൊക്കെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്നു. കാരണം അവർ ചിന്തിക്കുന്നത് തൻ്റെ അടുത്ത് വരുന്നത്, അതായത് തൻ്റെ ഭർത്താവ് തൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അത് കൃഷ്ണനാണ് എന്ന് സങ്കല്പിച്ച് ആ സംതൃപ്തി നേടിയെടുക്കാൻ അവർ ശ്രമിക്കുന്നു. Thus she sublimated her sensuality. അങ്ങനെ അവരവരുടെ സെക്ഷൽ ഡിസയേഴ്സ് അങ്ങനെ ആ താതാത്മ്യത്തിലെത്തുന്നു. അതായത് ആ ഒരു തൻ്റെ ആഗ്രഹങ്ങൾ കൃഷ്ണൻ സാധിച്ചു തരുന്നു, തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഇമോഷണൽ ഫീലിങ്സ് അതൊക്കെ കൃഷ്ണൻ സാധിച്ചു തരുന്നു എന്ന ആ ഒരു വിശ്വാസത്തിലൂടെ, എന്ന ഒരു സങ്കല്പത്തിലൂടെ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും അവർ നിറവേറ്റുന്നു. In this poem, Kamala Das speaks not only of physical evolution but also of spiritual evolution. ഈ കവിതയിലൂടെ ശാരീരികമായിട്ടുള്ള മാറ്റമല്ല, മറിച്ച് ആത്മീയമായ മാറ്റവും കൂടി വിവരിക്കുന്നു. Her poems on the Radha Krishna myth, namely Ghanashyam, Radha, the maggots, etc., are specifically representative of her faith in the spiritual evolution of man. അവരുടെ കവിതകൾ രാധാകൃഷ്ണ മിത്ത്, അതായത് കൃഷ്ണന്റെ രാധയും തമ്മിലുള്ള പ്രണയം പറയുന്ന കവിതകളൊക്കെ അവരുടെ ആ ഒരു സ്പിരിച്വൽ എവല്യൂഷനാണ് വെളിപ്പെടുത്തുന്നത്. Then the poem highlights spiritual love through surrender. ഇനി ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട തീം സ്പിരിച്വൽ ലവ് ത്രൂ സറണ്ടർ. സറണ്ടർ ചെയ്യുന്നതിലൂടെ, കീഴടങ്ങുന്നതിലൂടെ ആത്മീയമായ ആ ഒരു ആശ്വാസം കണ്ടെത്തുന്നു, അല്ലെങ്കിൽ ആത്മീയമായ ഒരു ലൈഫ് കണ്ടെത്തുന്നു. The poem highlights spiritual love through surrender and Radha is the symbol of surrender and sublimation. ഇവിടെ രാധയെ പോലെ നമ്മുടെ കവയിത്രിയും സറണ്ടർ ചെയ്യുന്നു, കീഴടങ്ങുന്നു. അതായത് തൻ്റെ അടുത്ത് വരുന്ന ഹസ്ബൻഡ് കൃഷ്ണനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് താതാത്മ്യം പ്രാപിക്കുന്നു. ഇവിടെ സറണ്ടർ എന്ന് പറയുന്നത് രാധ കൃഷ്ണന്റെ മുന്നിൽ സറണ്ടർ ചെയ്തതുപോലെ തൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ കവയിത്രി സറണ്ടർ ചെയ്ത് തൻ്റെ ജീവിതം സബ്ലിമേഷൻ ആ ഒരു താതാത്മ്യത്തിലെത്തുന്നു. അതാണ് ഇവിടെ ഈ കവിതയിലൂടെ വിവരിക്കുന്നത്. These are the main points. Hope you enjoyed it. Thank you.